പിന്നീട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിടത്തും മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇത് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് വാൺ ചെയ്തു, ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മളത് പറഞ്ഞിട്ടില്ല ഇതുവരെയും. അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസൺ. കണ്ടോ, അതായത് ഹണി റോസ് ആണെങ്കിൽ ഇപ്പോഴും ആരാണ് ഈ വ്യക്തി എന്ന് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? ഹണി റോസ് പറയുന്നത് ഒരു പ്രമുഖനാണ്. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങളൊരു പബ്ലിക് ഫിഗറാണ്, സത്യത്തിൽ ഒരു മൂവി ആക്ട്രസ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതുപോലത്തെ ക്രിറ്റിസൈസും പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനത്തെ പല രീതിയിൽ ആൾക്കാർ റിയാക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ മിക്ക കാര്യങ്ങളും വെറുതെ വിടണം. ലൈക്ക് ഒരു ചെവി കേട്ട് ഒരു ചെവിയിൽ വിടണം. കാരണം കുറെ ക്രിറ്റിസിസം വരും. നമ്മളെല്ലാത്തിനും നമ്മൾ ചെവി കൊടുക്കാൻ നിൽക്കുവാണെങ്കിൽ നമുക്ക് അതിന് സമയം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ റിയാക്ട് ചെയ്യുന്ന പ്രോപ്പറായിട്ട് ഇപ്പൊ നിങ്ങൾ റിയാക്ട് ചെയ്തു, അപ്പൊ നിങ്ങൾ പബ്ലിക്കായിട്ട് ആ നെയിമും കൂടെ റിവീൽ ചെയ്യണം. ആരാണ് ഈ പ്രമുഖൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടരുത്. ഇപ്പൊ കേരള പോലീസ് 10-30 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കമന്റ് ചെയ്തവന്മാരെ മൊത്തം അറസ്റ്റ് ചെയ്യണം. അങ്ങനെ കമന്റ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ഇനിയിപ്പം എല്ലാവരും അറസ്റ്റ് ചെയ്യും. കുറെ പേരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യും. അപ്പോഴും ആ പ്രമുഖൻ സേഫ് ആണ്, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആരാണോ ഈ വ്യക്തി എന്നുള്ളത് പബ്ലിക്കായിട്ട് പറയാനുള്ള ധൈര്യം കാണിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചുമ്മാ ഇങ്ങനെ ആ പ്രമുഖൻ ഇങ്ങനെ ചെയ്തു, ആ വ്യക്തി ഇങ്ങനെ ചെയ്തു, എന്തിനാണ് പേടിക്കുന്നത്? സത്യം പറഞ്ഞാൽ തിരിച്ച് പറയുക പേര്, എന്നെ ആരാണ് ഈ കാര്യം ചെയ്തത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം, ലൈക്ക് ആരാണ് ചെയ്തതെന്ന് പറയാം. അല്ലാണ്ട് അവര് ചെയ്തു ഇവര് ചെയ്തു പ്രമുഖൻ ചെയ്തുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ലൈക്ക് പിന്നെ അയാൾക്ക് ചാൻസ് ഇട്ട് കൊടുക്കുവാണ്, മനസ്സിലായോ? ഇപ്പൊ നിങ്ങളിപ്പോ പറയുവാണ് പബ്ലിക്കായിട്ട് നെയിം പുറത്ത് വരുവാണെങ്കിൽ പിന്നെ ആ ചെയ്യുന്ന ആള് ആ പ്രമുഖൻ വേറൊരാളുമായിട്ട് വേറൊരു വ്യക്തിയെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാനോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പോകത്തില്ല. പക്ഷെ അത് ചെയ്യാണ്ട് ചുമ്മാ പ്രമുഖൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. സത്യം പറഞ്ഞല്ലോ, ഹണി റോസ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ആ പ്രമുഖന്റെ പേരൊന്ന് റിവീൽ ചെയ്യുവാണെങ്കിൽ നൈസായിരിക്കും. പിന്നെ കമന്റ് ഇടുന്ന കുറെ വാണക്കുറ്റികളോട് പറയാനുള്ളത്, എടാ കമന്റ് നിങ്ങൾ ആ പബ്ലിക്കായിട്ട് നിങ്ങളൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ട് കമന്റ് ഇടുമ്പോൾ ഇപ്പൊ എവിടെ എറണാകുളത്തുള്ള എവിടെ ഷാജി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടു. ഇപ്പൊ ഷാജി ആണെങ്കിൽ മോൻ മറച്ചു വെച്ചിട്ടാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ പോകുന്നതാണ്. ഷാജി എന്തിനാണ് മോൻ മറിക്കുന്നത്? ഷാജി പച്ചയ്ക്ക് കമന്റ് ചെയ്തിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞത്. ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ ഷാജി ചിന്തിക്കണം. ഷാജി നാളെ ഒരു കമന്റ് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മൾ മുഖത്ത് നോക്കി പറയുന്ന പോലെയാണ് ഈ കമന്റ് വരുന്നത്. കാരണം നമ്മൾ രാവിലെ എണീച്ച് പോകുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മുടെ ഫേസ്ബുക്കിലായാലും ഇങ്ങനത്തെ കമന്റ്സ് വരുമ്പോൾ നമുക്ക് ഇറിറ്റേറ്റ് ആവും. നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് ഈ കമന്റ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇറിറ്റേറ്റ് ആവും. അപ്പൊ കമന്റ് ചെയ്യുന്നവരായാലും നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ പച്ചയ്ക്ക് കമന്റ് ചെയ്യുക. നാളെ നിങ്ങളെ ഇത് ഒരാളുടെ മുഖത്ത് നോക്കിയാണ് നിങ്ങൾ സംസാരിക്കുന്ന രീതിയിലാണ് നിങ്ങൾ കമന്റ് ചെയ്യുക, മനസ്സിലായോ? അപ്പൊ നാളെ ഇതിനെതിരെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ അത് അനുഭവിക്കാൻ റെഡി ആയിരിക്കണം. കമന്റ് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയാനുള്ളത്.